ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ഓൺലൈൻ പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു റിവ്യൂ വീഡിയോ ആണ്. ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നത് എൻ്റെ ഒരു ടിക്ടോക്കിലുള്ളതും അതുപോലെ കുറച്ച് സ്മ്യൂളിലുള്ള കുറച്ച് എന്താ പറയുക പാട്ടുകളും പിന്നെ ഒരു കുക്കറി വീഡിയോ. അതൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു ബിഗിനർ എന്നുള്ള ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇതും അങ്ങനെ തന്നെയാണ്. ഇതിലുള്ള മിസ്റ്റേക്സ് ഒക്കെ അങ്ങനെ കണ്ടാൽ മതി. ഞാനിപ്പോൾ അതാ ഓരോരുത്തരുടെയും അനുഭവങ്ങളും അവരുടെ വീഡിയോസ് എങ്ങനെയാണ് കാര്യങ്ങൾ അതൊക്കെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ തവണ കുറച്ച് പ്രൊഡക്റ്റ്, ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നെക്സ്റ്റ് അടുത്ത പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ ഒരു റിവ്യൂ വീഡിയോ കൂടെ ഇടാം. 1-2 വീഡിയോ ഇടാം, പ്രശ്നമില്ല. പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ ആമസോണിൽ 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഇടാം, നെഗറ്റീവ് ആണെങ്കിലും ഇടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് ഇത് ഇങ്ങനൊരു ബോക്സിൽ ഒരു ബ്രൗൺ കളർ ഇതുപോലെ നല്ല എന്താ പറയുക നന്നായിട്ട് വെൽ പാക്ഡ് ആണ് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യാൻ അറിയാം. നമ്മൾ ചിലപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇത്രയും പാക്ക് ചെയ്യില്ല. ഈ ഒരു പാക്കിൽ നല്ല ടൈറ്റായിട്ട് കുറച്ച് തെർമോക്കോൾ അല്ല, സ്പോഞ്ച് ടൈപ്പ് ഒരു തെർമോക്കോൾ കേട്ടോ. അതിലിങ്ങനെ ഫിറ്റ് ചെയ്തിട്ടിട്ടത്. അതിൻ്റെ കൂടെ ഒരു റിമോട്ട് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം അതിൻ്റെ ബാറ്ററി കാര്യങ്ങളെല്ലാം ഇതിൽ സെറ്റ് ചെയ്തിട്ട് അവർ നല്ല വെൽ പാക്ക്. ഇത് വാങ്ങിച്ചിട്ട് എന്താ സാധനം ഞാൻ പറയാം കേട്ടോ. ഇത് വാങ്ങിയിട്ട് ഐ എം വെരി ഹാപ്പി. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ വാങ്ങി എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇനി ഒന്നുകൂടെ ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു എൻ്റെ സിസ്റ്ററിന് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെതാ അന്ന് വാങ്ങിച്ച് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ റെസിപ്റ്റ് ഒന്നും നോക്കുകയൊന്നും ചെയ്തില്ല. അതുപോലെ ഇതിൻ്റെ മുകളിൽ തന്നെ ഇപ്പോഴാണ് പറിച്ചതൊക്കെ. അപ്പോൾ പാക്ക് പൊട്ടിച്ച് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുകൊണ്ട് ഈ പാക്ക് കാണിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പോൾ സാധനം ഇതാണ്. സാധനം ഇതല്ല, സാധനം കാണിക്കാം. അതിൻ്റെ ടാക്സ് ഇൻവോയ്സ് നമ്പർ ഇല്ലേ, നമ്മൾ അതിൻ്റെ ഡേറ്റും മീൻസ് എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പ്രൊഡക്റ്റ് എന്താണെന്ന് ഇതിൽ നിന്ന് നോക്കി വായിച്ചു തരാം ഞാൻ. പജാരിയുടെ ഒരു 5 ബാൻഡ് ഒരു FM റേഡിയോ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, ആ FM റേഡിയോയ്ക്ക് എമൗണ്ട് വന്നിരിക്കുന്നത് ചാർജ് എങ്ങനെ വെച്ചാൽ 1350 ആണ് എമൗണ്ട് വരുന്നത്. പക്ഷെ ഞാനത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 1400 രൂപയ്ക്ക്. 50 രൂപ അതിൻ്റെ ഡെലിവറി ചാർജ്. അത് വലിയ ചാർജൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിലും നമുക്കിപ്പോൾ ബസ്സിന് പോവുകയാണെങ്കിൽ അതിൻ്റെ ചാർജ് വരും. ഇനിയിപ്പോൾ വണ്ടി എടുത്ത് പോകണമെങ്കിൽ പെട്രോൾ ചാർജ് വരും. നമ്മുടെ പോക്കും വരവും എല്ലാം നോക്കുകയാണെങ്കിൽ 50 രൂപ ഇതിനൊരു ഡെലിവറി ചാർജ് കൊടുക്കാൻ ഒരു നഷ്ടമില്ല. പിന്നെ ഇതിൻ്റെ ഫെസിലിറ്റീസ് പറയാം. USB നമുക്ക് ഇതിനകത്ത് സാധനം കാണിക്കാം എന്നിട്ട് പറയാം അല്ലേ. സാധനം ഇതാണ്. ഇതൊക്കെ ഇതിൻ്റെ കുറേ സെറ്റപ്സ് ആണ് കേട്ടോ, ഒക്കെ പറഞ്ഞുതരാം. ഇതാണ് പജാരിയുടെ ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പജാരിയുടെ FM റേഡിയോ. ഇതിന് ഇങ്ങനെ ഇതിനൊരു കവറുണ്ട്. ആളിതല്ല, ഇതിനുള്ളിലാണുള്ളത്. ഞാനത് വാങ്ങിയതിന് ശേഷം ഇതുവരെ ആ കവറൊന്നും ഊരിയിട്ടില്ല കേട്ടോ. അവർ തരുന്ന സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു കവർ. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ ആ കവറൊന്ന് ഊരി നോക്കിയെന്നേ ഉള്ളൂ. കാരണം കവറൊക്കെ ഇട്ട് നമ്മളിപ്പം വെൽ ഡ്രസ് ചെയ്ത് നടക്കില്ല, അതുപോലെ കവറൊക്കെ ഇട്ട് നടക്കുന്ന ഇതാണ് സാധനം. ഇത്രയാണ് ഉള്ളത്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 10-20 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ ഒക്കെ വലുപ്പമുണ്ടതാ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബോക്സാണിത്. അതായത് ഇതിൻ്റെ ഒരു കോട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യില്ലേ, അതുപോലെ ഇതിൻ്റെ ഒരു കോട്ട് നല്ല നല്ല നീറ്റായിട്ടുള്ള നല്ല ഉറപ്പുള്ളതാണ്. നല്ല അങ്ങനെ പൊട്ടോ ഒടിയോ ഒന്നും ചെയ്യാത്ത ടൈപ്പ്. ഇതിന് ബട്ടൺസൊക്കെ ഉണ്ട്. ഇവിടെ കറക്റ്റ് ബട്ടൺസൊക്കെ ഇടാനുണ്ട്. പിന്നെ അവർ വാർണിംഗ് പറഞ്ഞത് ഞാൻ ഈ അടുത്താട്ടോ കണ്ടത്. ശരിക്കും നമ്മൾ വാങ്ങിച്ച സമയത്ത് ഞാനിതൊരു 8 മണിക്കൂർ നമ്മൾ ഫോണൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിച്ചാലും നമ്മൾ 8 hours ചാർജ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ അത് വെച്ച് ഞാനും ഇങ്ങനെ 8 hours ചാർജിലിട്ടിരുന്നു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തു. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് 8 hours ചാർജ് ഇടണമെന്ന്. അമ്മ അതുപോലെ ചെയ്തു. പിന്നെ ഡെയിലി ഞാനത് നമ്മൾ ഉറങ്ങാൻ നേരത്തെ ചാർജിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുക. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 8 hours ഒന്നും അല്ല, അതിൽ കൂടുതൽ ചാർജ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇത് കണ്ടത്. ഇതിലുണ്ട് ഡു നോട്ട് ചാർജ് ദ ബാറ്ററി കണ്ടിന്യൂസ്ലി ഫോർ മോർ ദാൻ 2 hours എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വിൽ റിസൾട്ട് ഈസ് ഫെയിലിയർ ഓഫ് ബാറ്ററി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ നിങ്ങളും എന്നെപ്പോലെ തന്നെ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ഇത് ആദ്യം പറയുകയാണ് 2 മണിക്കൂർ കൂടുതൽ ചാർജ് ഇടണ്ട കേട്ടോ. ഇതുവരെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കമ്പനി തന്നെ അങ്ങനെ ഒരു കാര്യം നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഓക്കെ, അപ്പം ഞാനിതിനെ പെട്ടിയിലിടണം വേണ്ടല്ലേ, ഇങ്ങനെ തന്നെ കാണിക്കാം.
ഇതിൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ പറയാം. നമ്മളെ FM ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് സൗണ്ടും അവിടെ തന്നെ വരുന്നത്. ഇവിടെ ബാൻഡ് സെലക്ട് ചെയ്യുക. പിന്നെ ഇതാണ് നമ്മുടെ USB-യുടെ പൊസിഷൻ വരുന്നത്. USB-യുടെ പൊസിഷനാണിത്. ഓക്കെ, അവിടെ USB ഞാൻ പെൻഡ്രൈവിൽ സ്ഥിരം പാട്ട് നമ്മുടെ DVD പ്ലെയറിൽ വെച്ചിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഇതിലിട്ടിട്ട് ഇതിനൊരു ചെറിയൊരു നെഗറ്റീവ് പറയാനുള്ളത്, ഇതിൽ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വോയിസ് നന്നായിട്ട് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് സ്റ്റെക്ക് ആവുന്നുണ്ട്. ഈ USB-യിൽ മാത്രം കേട്ടോ, വേറെ FM-ലൊന്നും ഒരു പ്രശ്നമില്ല. എത്ര ഹൈ വോയിസിൽ നമുക്കിടാം. USB-യിൽ അതെന്താ എൻ്റെ ഇതിൻ്റെ ആണോ ഇനിയിപ്പോൾ പെൻഡ്രൈവിൻ്റെ ഇഷ്ടമാണോ എനിക്കറിയില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏരിയയിലാണിത് നന്നായിട്ട് നിവർത്തി കൊടുക്കാൻ നല്ല കപ്പാസിറ്റി ഉള്ള, നല്ല അങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞൊന്നും പോകുന്ന ഏരിയയിലല്ല. പിന്നെ ഇവർ നമുക്ക് ബാറ്ററി ഇട്ടിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്തിട്ട് ഏകദേശം ഒരു 4-5 ദിവസമായി. ഇപ്പോഴും ആൾ പാടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പാടുന്നില്ല കേട്ടോ. രാവിലെ ഒരു 5 മണി മുതൽ, 5 മണിക്കാണ് ഞാൻ എഴുന്നേൽക്കുക, 5 മണി മുതൽ ഒരു 7 മണി വരെയാണ് ആൾ പാടുന്നത്. അതുപോലെ ഈവനിങ് വന്നു കഴിഞ്ഞാലും ഒരു 7 മണിയാവും ഞാൻ എത്താൻ. 7 മണി മുതൽ ഒരു 8, 9, 10 മണി വരെയൊക്കെ. ഈ 5 ദിവസമായിട്ടും ആ ഒരു ചാർജിൽ നിൽക്കുകയാണ്. ഒരു പ്രോബ്ലവും ഇല്ല, നന്നായിട്ട് ചാർജ് നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ എനിക്കൊരു ടെൻഷൻ വന്ന്, നമ്മൾ ലേഡീസ് ഇപ്പം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ FM ചാനലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു FM ചാനലാണ് റിയൽ FM 103.5. എനിക്കിതിൽ ആ റിയൽ FM കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ വാങ്ങിയ സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇവിടെ റേഞ്ച് ഇല്ലായിട്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അമ്മയ്ക്ക് വാങ്ങിയ സമയത്ത് അമ്മയ്ക്കത് കിട്ടുന്നുണ്ട്. സെയിം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാനതിൻ്റെ ബാക്ക് പൊട്ടിക്കുന്നത് നോക്കുന്നതും. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇവിടെ ഒരു സംഭവം കണ്ടത്. ഇതൊക്കെ എനിക്ക് വന്ന അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞതാണ്. നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയെന്നിരിക്കാം, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അതിന് ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഈ ഓപ്ഷനിൽ നമ്മുടെ FM-ൻ്റെ കോഡ് അത് നീക്കാനുണ്ട്. എനിക്ക് തന്ന സമയത്ത് അതങ്ങനെ നീക്കിയിട്ടില്ലായിരുന്നു. അതിൽ കാണിക്കുന്നത് MW, SW, FM, TV1, TV2 അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിൽ FM-ൻ്റെ സെൻട്രലാക്കി വെക്കണം. എൻ്റേത് കിടക്കുന്നത് SW-ലായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു റിയൽ FM കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ആകെ വെറീഡായിരുന്നു. കാരണം ഞാനിത് വാങ്ങിക്കാൻ കാരണം എനിക്ക് പഴയ പാട്ടുകളെ ഇഷ്ടം. സത്യം പറയുകയാണെങ്കിൽ പുതിയ പാട്ടുകളോട് എനിക്ക് വലിയ താല്പര്യമില്ല. പഴയ പാട്ടുകളും ഇഷ്ടമാണ്, മീഡിയം 90s ഒക്കെ ഇഷ്ടം. അതൊക്കെ സ്ഥിരമായിട്ടുണ്ടാവുക നമ്മുടെ റിയൽ FM-ലാണ്. അപ്പോൾ അതില്ലാതെ ഞാൻ ഇതും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുമ്പോഴാണ് എൻ്റെ ദീപാദിനത്തിന് ഞാൻ അമ്മയ്ക്കൊന്ന് വാങ്ങിക്കൊടുത്തു. അപ്പോൾ അതിൽ വെച്ചിട്ട് എനിക്കത് മനസ്സിലായി. അപ്പോൾ ഞാൻ നേരെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് തന്നെ വെക്കുകയാണ്. കാരണം നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്ന കുറച്ച് കാലം കിട്ടുമെന്ന് വിചാരിക്കാം. പിന്നെ ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം നമ്മളിപ്പം പല പരസ്യത്തിലും പറയും എന്നെ റെക്കമെൻഡ് ചെയ്ത് ഇന്ന ആളാണ്. അതുപോലെ ഞങ്ങളുടെ ഓഫീസിലൊരു എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഒരു സാറുണ്ട്. അദ്ദേഹം സ്ഥിരമായിട്ട് എല്ലാ സാധനവും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 2005 എങ്ങാനും അദ്ദേഹം പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ. അന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആൾ ഇവിടെയൊന്നും അല്ലായിരുന്നു, ബോംബെയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് 2015 11 ആ ഒരു ടൈം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാനിങ്ങനെ ഒരു ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാനൊന്ന് ചോദിച്ചതാണ്, ഇങ്ങനെ ബജാരിയ നല്ല കമ്പനിയാണോ, ഇത് വാങ്ങിച്ചാൽ പണി കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ആൾ കുറേ വർഷങ്ങൾക്ക് 3-4-5 കൊല്ലം മുമ്പ് ആളുടെ ബ്രദറിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോഴും പക്കായിട്ട് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചാർജ് കുറച്ച് നിൽക്കുന്നത് പണ്ടത്തേനെ അപേക്ഷിച്ച് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. വേറെ ഒരു പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു. എന്നെ കാണിച്ചു തന്നു. ഓർഡർ ചെയ്തത് അന്ന് ഈ ഫ്ലിപ്കാർട്ടൊന്നുമല്ല, വേറൊരു ഏതൊരു എന്താ പറയുക സൈറ്റാണ്. അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. അന്നുള്ളതിനേക്കാളും എനിക്ക് തോന്നുന്നു 250 റുപ്പീസ് എങ്ങനെ കൂടിയിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ വലിയൊരു കിട്ടലിനെ കിട്ടിയത്. അപ്പോൾ ഈ ഒരു കാര്യം എന്താ പറയുക, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബജാരിയയുടെ റേഡിയോ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അമ്മയ്ക്കും വാങ്ങിച്ചതും സെയിം റേറ്റിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, നിങ്ങളുടെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ അടിച്ചാൽ ഞാൻ ഇനിയും എന്തെങ്കിലും വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ ചുറ്റടിച്ച് പോകാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.